നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ ഹിലാൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലാണ്. പ്രീ ക്വാർട്ടറിൽ അവർ വീട്ടിയിരിക്കുന്നത് മറ്റാരെയുമല്ല, മാഞ്ചസ്റ്റർ സിറ്റിയാണ്. കിരീട ഫേവറിറ്റുകളായിട്ട് എല്ലാവരും എണ്ണിയ മാഞ്ചസ്റ്റർ സിറ്റി ഇതാ തോൽപ്പിക്കുന്നു. കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഫ്ലുമിനൻസിനെ വീഴ്ത്തിക്കൊണ്ട് അവർ സെമി ഫൈനലിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അമ്മാതിരി കളിയാണ് അവർ കളിക്കുന്നത്. അതിന് നമ്മൾ കൈയടിക്കേണ്ടത് സിമോൺ ഇൻസാഗിക്ക് കൂടിയാണ്. അദ്ദേഹം ഇന്നലെ ടാക്ടിക്സ് മാറ്റിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും റയൽ മാഡ്രിഡിനെതിരെ പോരാടി നിന്നപ്പോഴേ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. കഴിയും, അൽ ഹിലാലിനെ കൊണ്ട് കഴിയും മുന്നോട്ട് പോകാൻ എന്നുള്ളത്. പക്ഷേ ആ മുന്നോട്ട് പോക്കിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരാളുണ്ട്. അത് യാസീൻ ബോനോയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ വക 10 സേവുകൾ. ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം സേവുകൾ നടത്തിയ ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് എടുത്താൽ യാസീൻ ബോനോ ഒന്നാമത്. 23 സേവുകളാണ്. ബോനോ 23 സേവുകൾ, 4 കളികളിൽ നിന്ന് 23 സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, അവരുടെ ബ്രിക്ക് വോളായിട്ട് നിൽക്കുകയാണ് യാസീൻ ബോനോ. ഇന്നത്തെ കളിയിലെ കണക്കുകൾ മാത്രം എടുത്താൽ അദ്ദേഹം 3 ഗോളുകൾ കൺസീഡ് ചെയ്തു, ശരിയാണ്. പക്ഷേ 10 സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 7 ഷോട്ടുകൾ വന്നത് പെനാൽറ്റി ഏരിയയിൽ നിന്ന് വന്ന ഷോട്ടുകളാണ് അദ്ദേഹം സേവ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് നേരെ വന്ന 77% ഷോട്ടുകളും അദ്ദേഹം തടഞ്ഞിട്ടുണ്ട്. 19 ലോങ് ബോളുകൾ അദ്ദേഹം കൊടുത്തിട്ടുള്ളതിൽ 12 എണ്ണവും കൃത്യമായിട്ട് അദ്ദേഹം എത്തിച്ചിട്ടുമുണ്ട്. മികച്ച പെർഫോമൻസാണ് യാസീൻ ബോനോ നടത്തിയിട്ടുള്ളത്. ഏതായാലും ബോനോയുടെ മികവ്, ഇപ്പം കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി അവിടെ നിന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചാലും അൽ ഹിലാൽ ഭയപ്പെടാതെ നിൽക്കണമെങ്കിൽ അതിനൊരു കാരണം യാസീൻ ബോനോയുടെ സാന്നിധ്യം തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.